ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനുള്ളത് മമ്പറത്താണ്. മമ്പറത്തുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നേരെ പോയി കാണാം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് നേരെ വീഡിയോ എടുക്കും. ഓക്കെ, ചെമ്മാട് തിരുരങ്ങാടി റോട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇവിടെ ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു കൗണ്ടറും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ അവിടുത്തെ വീഡിയോ ഒരുവിധമെല്ലാം കവർ ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നതായിരുന്നു. ഇപ്പം ഇവിടെ വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഏതോ സംഘടനയൊക്കെയാണ് ആ ഫുഡ് കൊടുക്കുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. നിങ്ങളെ കിട്ടി വേണ്ട, ക്യൂ ഉണ്ടോ? ഈ അറ്റത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഫ്രണ്ടിൽ കണ്ട് പോവാം. ഫ്രണ്ടിൽ കണ്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി കാണാം. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നല്ല തിരക്കാണ്, നല്ല ചൂടുമായിട്ടുണ്ട് കേട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. മഞ്ചേരിക്കൊക്കെ ഈ ഒരു റോഡിൽ പോകട്ടോ. ഈ റോഡ് കുറച്ചൊരു കൺജസ്റ്റഡ് ആണ്. എന്നിരുന്നാലും ഇതിൽ കൂടെ ബസ് സർവീസും വണ്ടിയൊക്കെ പോകണം കേട്ടോ. ഒരു ബാക്കിലൊരു പള്ളി കാണാം. അതേപോലെ തന്നെ പഴയ പള്ളിയും കൂടി കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ നേർച്ചയ്ക്ക് വന്നപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ നേർച്ചയ്ക്ക് വരുന്നവരൊക്കെ ഇങ്ങോട്ട് വരിക. കോട്ടൺ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പള്ളിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഷോപ്പ്. ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. റൈറ്റ് പറഞ്ഞിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഓണർ. നമ്മളവിടെ ആ ഒരു ഷോപ്പിൽ കയറിയില്ല, ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കയറി കുറച്ച് നേരം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല റൈറ്റ് പറഞ്ഞിട്ടുള്ള ഷർട്ടുകളൊക്കെ കേട്ടോ. ജെൻസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും അതേപോലെ തന്നെ നമ്മളെ കൂടെ വന്ന് നമ്മള് എടുത്തിട്ടുണ്ട്. കേറിയതാണ് പുള്ളി, ഒന്ന് എടുക്കാൻ വേണ്ടി കയറിയതാ. പക്ഷെ റേറ്റ് കുറവുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഇവിടെ എന്തോ സംഭവം ഉണ്ട്. ഇതെന്താണ് സംഭവം? ഇവിടെ അതാ ഫുഡ് കൊടുക്കുന്നത്. ഇതെന്താ സംഭവം? അവിടെ മത്തിയാണ് കേട്ടത്. അത് മത്തിയാണ് സംഭവം. അസ്സലാമു അലൈക്കും. അത് മത്തിയാണ് കേട്ടാ, മത്തിൻ്റെതാണ്. മത്തി കച്ചവടം. ഇനി നമ്മൾ നേരെ മുന്നിൽ പോകും. മുന്നിൽ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ കമ്മിറ്റിയിലുള്ള കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ബ്രോ പോവാണ്. എന്തൊക്കെ പാട്? നല്ല പാട്, സുഖം. ഇവിടെ ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? ഓ, അവിടെ 100 രൂപേന്റെ മീൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. വലിയ മത്തി. ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടോ. ഇവിടുത്തെ ഈ ഒരു ടീം ചെയ്യുന്ന ഫുഡിൻ്റെ ക്യൂ ആണ് ഇട്ടത്. കഴിഞ്ഞ പ്രാവശ്യത്തെല്ലാം കൂടുതൽ ആളുകൾ ഇപ്രാവശ്യം ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇതിനിടയ്ക്ക് ഫുഡൊന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രണ്ടാമത് അവർ വെച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതാ ഇത് കമ്മിറ്റീൻ്റെ പേരെന്തായിരുന്നു? ഈ കമ്മിറ്റീൻ്റെ പേരെന്തായിരുന്നു? ആസാദ് നഗറിലുള്ള ആൾക്കാരാണിത്. നല്ല തിരക്കാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഒരു ബൈറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പോയതുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏതായാലും ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം എന്താണെന്നുള്ളത്. അമ്പുറം ആസാദ് നഗർ ഗാസി റോഡിൽ വെച്ച് പതിറ്റാണ്ടുകളായി നടത്തി വരുന്ന അമ്പുറം കുത്തുബ് സയ്യിദ് അലി തങ്ങളുടെ 188ാമത് ആണ്ട് നേർച്ചയുടെ ഭാഗമായിട്ട് ഇവിടെ ഫുഡ് ഇരുന്ന് കഴിക്കാനും പറ്റും. അതേപോലെ തന്നെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ആ ഒരു തല വരെ ഉണ്ട് കേട്ടോ ക്യൂ വരുന്നത്. അങ്ങോട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ വലിയരുട്ടികളൊക്കെ അങ്ങോട്ട് പോകുന്നു. പിന്നെ അവിടെ സലാത്തും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നല്ല തിരക്കാണ്. നമ്മളിപ്പോൾ തുടങ്ങാനെ പോയിക്കാണ്ട് പോവാന്നുള്ളതില്ല. പക്ഷെ ഇവിടെ നമ്മൾ പെട്ടു പോകും. ലേഡീസിന് ഒരു സെക്ഷനാണ്, ഇതാ ജെൻസിന് ഇതാ. രണ്ട് ഭാഗത്തു കൂടിയാണ് ആളുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡ് കൊടുക്കാനൊക്കെ നല്ല സൗകര്യം. പിന്നെ അതേപോലെ അവിടെ ഇരുന്നിട്ടുണ്ടോ ഫുഡ് ഇരുന്നിട്ട് കഴിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഫുഡ് കഴിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോവാം. അവിടെ ഒരുപാട് ആളുകളുണ്ട്. ടായ് മഹലിൽ ഈ ഒരു സംഘടനയിലുള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അതേപോലെ ഇതിലേക്കുള്ള ഫണ്ട് അധികം വരുന്നത് ഗൾഫ് ഫെയർ ആണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആസാദ് നഗറിലുള്ള ഈ ഒരു ഫുഡ് കൊടുക്കുന്ന കൗണ്ടറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിന് നിറയെ ഫുഡ് കൊടുത്തിട്ട് അങ്ങനെ പാക്കാക്കിയിട്ട് കൊടുക്കലാണ് ഇവർ ചെയ്യുക. നല്ല ചൂടുള്ള നെയ്ച്ചോറാണ്. നല്ല സ്മെൽ അടിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതിൽ. ഈ സംഘടനയിൽ ചോറതങ്ങനെ കൊടുന്ന് ഇറക്കുന്നു, പാക്കാക്കുന്നു, കൊടുക്കുന്നു. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. സംഘടനയിലുള്ള ആളുകൾ അതായത് ഉള്ളിലൊക്കെ നടക്കുന്നു. പിന്നെ ഇതാണ് കേട്ടോ ചെമ്പ്. പിന്നെ അവിടെ അതാ ചോറ് തികയാത്തതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമതും മൂന്നാമതും ഒക്കെ അവർ ഇട്ട് വെക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ചെമ്പിൽ നിന്ന് നേരെ ആ തട്ടിക്ക് മാറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് കുറച്ച് ചൂടാറിയതിന് ശേഷം പാത്രത്തിൽ കവറിലിട്ടിട്ട് കൊടുക്കണം. അതാണ് ഇവിടുത്തെ പരിപാടി. പിന്നെ ഈ ഒരു സംഘടനയിൽ ഒരുപാട് ആൾക്കാർ പ്രവാസികളായിട്ടുണ്ട് കേട്ടോ. പ്രവാസികളായിട്ടുള്ള ആളുടെ ഒരു സപ്പോർട്ടും കൂടിയാണ് ഇവർ ഈ ഒരു സംഭവത്തിൻ്റെ വിജയം. 188ാമത് മമ്പ്രം നേർച്ചയാണ് ഞങ്ങൾ നടത്തുന്നത്. അതായത് ഈ 188ാമത് മമ്പ്രം നേർച്ച എന്ന് പറയുമ്പോൾ മമ്പ്രം എന്ന് നടത്തിയ ആ കാലം തൊട്ട് തന്നെ എനിക്ക് പറഞ്ഞപ്പോൾ ഞാനും ഞങ്ങളെ ഈ ടീം തുടങ്ങിയിട്ടിപ്പോൾ ഒരു 30-35 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങൾ നാട്ടുകാർ മമ്പ്രം ആസാനഗറിൽ വെച്ച് നടത്തുന്ന മമ്പ്രം നേർച്ചയാണ്. ചെമ്മാട് അടുത്താണ് ആസാനഗർ. മമ്പ്രം ഞങ്ങളും മമ്പ്രം യാറുമായിട്ട് അക്കരെ ഇക്കരെ എന്നുള്ളൊരു ഇതാണ്. അതാണ് ഇക്കരെയുള്ളതാണ് ആസാനഗർ. അക്കരെ മമ്പ്രം മക്കാമുള്ള മമ്പ്രം. അപ്പോൾ ഞങ്ങളിത് ആ കാലം മുതൽ തന്നെ നടത്താൻ തുടങ്ങി. അന്ന് കഞ്ഞി വെച്ചു, പിന്നെ തേങ്ങാച്ചോറ് വെച്ചു, പിന്നെ അത് നെയ്ച്ചോറും പോത്തുപോയി. ഇവർ വേറെ ഒരു പ്രത്യേക കമ്മിറ്റിക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമുള്ള കമ്മിറ്റി ഒന്നുമല്ല. ഞങ്ങളാ നേർച്ചൻ്റെ സമയത്ത് ഇതേപോലെ ഞങ്ങൾ നാട്ടുകളിൽ കൂടി കുറച്ച് ആളുകളോട് കൂടും. പിന്നെ എല്ലാവരും പരസ്പരം നാട്ടുകാരെ വിളിച്ചിട്ട് അവർ തമ്മിൽ പോത്ത് അരി അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ ഒരു 1000 കിലോ പോത്തിൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ പ്രധാന ഞങ്ങൾ കൊടുക്കുന്നത് എങ്ങനെ വെച്ചാൽ രാവിലെ നമ്മളെ പരിപാടിയുടെ വിശദീകരണം പറയുകയാണെങ്കിൽ രാവിലെ 11 മണിക്ക് ഞങ്ങൾ മൗലൂദ് തുടങ്ങി കഴിഞ്ഞാൽ ആ മൗലൂദ് കഴിഞ്ഞാൽ ഇവിടെ ഒരു 4000 ആളുകൾക്ക് ആ സ്പോട്ടിൽ ഞങ്ങൾ പിന്നെ പോത്തും നെയ്ച്ചോറും കഴിക്കാൻ കൊടുക്കും. അത് കഴിച്ച് കഴിഞ്ഞ ഉടനെ പിന്നെ ഞങ്ങൾ അത് ഒരു 4000 ആളുണ്ടാവും. നല്ല ക്രൗഡ്, നല്ല തിരക്കായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മമ്പ്രത്തേക്ക് വരുന്ന ആളുകൾക്ക്, കാരണം മമ്പ്രത്ത് 1 മണി 1:30 മണിക്ക് പിന്നെ ഭക്ഷണം കൊടുക്കൽ നിർത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ഇവിടെ 12,000-13,000 ആളുകൾക്ക് ഞങ്ങൾ കവറിലാക്കിയിട്ട് ഒരാൾക്ക് ഉണ്ടാക്കാൻ കഴിക്കാൻ പറ്റുന്ന കവറില്ല. അതിന് ഞങ്ങൾ നിലമ്പൂർ പിന്നെ കോഴിക്കോട് അങ്ങനെ ഒരുപാട് ദൂരമുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങളുടെ ഭക്ഷണമാണ് ഞങ്ങൾക്ക് സത്യം പറയുകയാണെങ്കിൽ പിന്നെ കാരണം സ്വന്തത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് ഫ്രഷായിട്ട് ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് മുമ്പ് ഉണ്ടാക്കുന്നില്ല. കാരണം ഞങ്ങൾ രാവിലെ 4 മണിക്കാണ് ഞങ്ങൾ പാചകം തുടങ്ങുന്നത്. അപ്പോൾ ഈ എത്ര 25 കിലോതൊക്കെ പറയുമ്പോൾ എത്ര ചെമ്പുണ്ടാവും, എത്ര പണിയുണ്ടാവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയില്ല. അത് എന്നാലും ഞങ്ങൾ കൂടുതൽ ആളുകൾ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് പണ്ടാരിയൊക്കെ ഉണ്ട് എങ്കിലും ഞങ്ങൾ ഒന്നും കൂടി പിന്നെ നാച്ചുറൽ ഒരു കുറച്ചും കൂടി ഇത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ വളരെ 4 മണിക്ക് ശേഷമാണ് പാചകം തുടങ്ങുന്നത്. അവിടെ വൈകുന്ന ഈ സമയം വരെ ഇപ്പോൾ ഞങ്ങൾ കിച്ചണിൽ നോക്കി കാണാം, ഇപ്പോഴും ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ്, ലൈവായിട്ട് ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വേവുന്ന ചോറ് പിന്നെ റെഡി ആകുന്ന ആ സമയത്ത് തന്നെ അത് കവറിലാക്കിയിട്ട് ആളുകൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് ഈ നേരത്തെ ഇപ്പോൾ ഒരു നിലമ്പൂർ എത്തുകയാണെങ്കിൽ തന്നെ ഒരു 4 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിലും 5 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിലും ആ വഴക്കത്തിൻ്റെ ചോറ് കേടും വരാതെ അവിടെ എത്തും. അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ അൽഹംദുലില്ലാഹ് സ്ഥലം ഉഷാറായി പോകുന്നുണ്ട്. പിന്നെ നമ്മളെ പിന്നെ പരപ്പനങ്ങാടി താജുലുലമ സാന്ത്വനം ഇവർ നമ്മളെ എല്ലാ വർഷവും നമ്മളെ കുറേ വർഷങ്ങളായിട്ട് നമ്മളെ എല്ലാ പരിപാടികൾക്കും സഹായിക്കുന്നുണ്ട്. അതായത് ഒരു ഉസ്മാൻ, അനീഫ, എൻ്റെ പേര് അനീഫ, ഉസ്മാൻ, പിന്നെ കുഞ്ഞു മുഹമ്മദ്, സൈദലവി, സുരേഷ്, ബാലൻ, ഇത് ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഞങ്ങൾക്കൊരു അതും അതിലൊരു പ്രധാനമാണ്. ഒരു ജാതി മതം അങ്ങനെ ഒരു ഇതൊന്നുമില്ല, എല്ലാവരും കൂടി കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിരിവ് തരുന്നതും അങ്ങനെയാണ്. പിന്നെ എല്ലാ മഴക്കാരും ഞങ്ങൾക്ക് പിരിവ് വരുന്നുണ്ട്. ഞങ്ങൾ ഈ ബീഫും ചോറും തിന്നാൻ പല മതത്തിൽപ്പെട്ട ആളുകളും വളരെ താല്പര്യത്തോടെ അതിൻ്റെ വർക്കത്തും കൂടി, കാരണം മമ്പ്രതങ്ങളോട് വലിയ താല്പര്യമുള്ള ആളുകളാണ് ഞങ്ങൾ ഈ ഏരിയയിലുള്ള മറ്റു മതക്കാർ. അപ്പോൾ അവർ ഞങ്ങൾ പാപ്പാൻ്റെ പേരുള്ള ഫുഡിന് ആ ഭക്ഷണത്തിൽ ആ പ്രാധാന്യത്തിൽ തന്നെ അവർ വന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്നത്. നമ്മളവിടെ വീഡിയോ എടുക്കാൻ ഈ ഒരു കൗണ്ടറിലേക്ക് കയറുമ്പോൾ നമ്മൾ കണ്ട ഒരു കുട്ടി എന്താ പറയുക വളണ്ടിയറാണ് കേട്ടത്. പുള്ളി ഇവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എന്താ മോൻ്റെ പേരെന്തായിരുന്നടാ? ഷാഹിലല്ലേ? എവിടെ ഇവിടെ തന്നെ വീട്? എത്രയിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഷാഹിൽ എന്ന പേര്. ഇവിടെ ഈ വലിയ ആൾക്കാരെ കൂടെ അവനിങ്ങനെ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ആക്റ്റീവായിട്ട്. ഓക്കെ മോനെ, കാണടാ ആ. ഇവിടുത്തെ ഈ ഒരു ക്യൂ കണ്ടില്ലേ, ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇവിടെ ഫുഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2ാമത് വെച്ചതാണ് അവർ. ഇതാണ് കേട്ടോ ഈ ഒരു ക്ലബിൻ്റെ പേരും ഇതെല്ലാം
ബോർഡെല്ലായിട്ട് ഒരുവിടെ അടിപൊളിയായിട്ടൊരു പന്തലൊക്കെ ഇട്ടതായതുകൊണ്ട് എന്താ പറയാ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. പന്തലൊക്കെ ഇട്ടതായതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ പറയാ ഇതിൻ്റെ ഉള്ളിൽ നല്ലപോലെ വന്ന് ക്യൂ ഒക്കെ നിന്ന് ഭക്ഷണം വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. മഴ ആണെന്നുണ്ടെങ്കിലും ഇവിടെ തിരക്കിന് ഒരു കുറവില്ല കേട്ടോ. ബസ് വരും. അവിടെ നിന്ന് നമ്മൾ നേരെ അങ്ങോട്ട് പോന്നിട്ടോ. ഇവിടെ ഇപ്പോൾ നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. ഇനി മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മഴയാണെന്നുണ്ടെങ്കിലും വെയിലാണെന്നുണ്ടെങ്കിലും മമ്പുറം നേർച്ചയ്ക്ക് ആൾക്കാർക്ക് ഒരു കുറവില്ല കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന ടൈമിൽ ഇവിടെ മഴ കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ഇത് മൊത്തത്തിലാണ് ബ്ലോക്ക് ആയിട്ടുണ്ട്. മഴയും അതേപോലെ തന്നെ തിരക്കും വണ്ടിയും എല്ലാം കൂടി ആയിട്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ടീമിൻ്റെ ആ ഫുഡിൻ്റെ പരിപാടികളൊക്കെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പതുക്കെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങോട്ട് പോകുന്ന കേട്ടോ. നമ്മൾ അവിടുന്ന് ഫുഡ് കിട്ടിയിരുന്നു, കഴിക്കാനുള്ള ഫുഡ് കിട്ടിയിരുന്നു, നമ്മൾ കഴിച്ചു. കുറച്ച് ഫുഡ് നമ്മൾ അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ച് അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ട് നമ്മൾ ഇൻട്രോ എടുത്ത ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ കൂടി നേരെ പിന്നെ നമ്മളിതാ നേരെ ഈ ഒരു താഴെ കൂടിയായിട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇറങ്ങി പോകുന്നത്. ഇപ്പൊ നല്ല തിരക്കുണ്ട്. പിന്നെ അവിടെ സ്ഥലത്ത് കാര്യങ്ങളില്ല. സ്ഥലത്ത് കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ പെട്ടതായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. മലപ്പുറം നേർച്ചൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പം മറ്റൊരു വീഡിയോസുമായി വരുന്നവർ ഓക്കെ ബൈ ബൈ.